അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ രൂപത്തിലും വേഷത്തിലും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രൂപവും ഇങ്ങനെ ഒരു വേഷവും തിരഞ്ഞെടുക്കുന്നത്? പ്രത്യേകിച്ച് കുട്ടികൾ. ഇപ്പൊ പല കുട്ടികൾക്കും അവരിപ്പോ ഒരു ജുബ്ബ ഇടുന്നത്, അല്ലെങ്കിൽ താടി വളർത്തുന്നത്, അല്ലെങ്കിൽ സുന്നത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലർക്കും എന്തിനാപ്പോ അതിന്റെയൊക്കെ ആവശ്യം? അവര് നാട്ടില് ഇന്ന കളിക്കാരും ഇന്ന സിനിമാ നടന്മാരൊക്കെ ഇടുന്ന അതുപോലെയുള്ള വസ്ത്രം ധരിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ താടി പഠിച്ചു നടന്നാലും താടി വെട്ടി ചെറുതാക്കി നടന്നാലും എന്താ ഇപ്പൊ പ്രശ്നം? അതല്ലേ ഭംഗി ഉണ്ടാവുക? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കാണാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന് എന്തായിരുന്നു ഇഷ്ടം, റസൂലിന് എന്തായിരുന്നു ഇഷ്ടം, റസൂലിന് എന്താണോ കൽപ്പിച്ചത്, അതായിരിക്കണം നമ്മുടെ ഇഷ്ടം, അതായിരിക്കണം നമ്മുടെ ഇഷ്ടം, അതായിരിക്കണം നമ്മുടെ താല്പര്യം. കാരണം ഈ ലോകത്ത് ജനിച്ച് മരണപ്പെടുന്ന കോടാനുകോടി ആളുകളിൽ ഇത്രയും ഉത്തമനായിട്ടുള്ള ഒരാളില്ല. ഇപ്പൊ ഒരാളെ കുട്ടികളൊക്കെ ഒരു കളിക്കാരനെയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനെയൊക്കെ അവരുടെ മോഡലും അവരുടെ ഫാഷനൊക്കെ പിൻപറ്റാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ്? ഒന്നുകിൽ അയാളുടെ ഭംഗി, അല്ലെങ്കിൽ അയാളുടെ ആ വേഷത്തിന്റെ ഒരു ഇത്, അതൊക്കെ പരിഗണിച്ചിട്ടാണ്. എന്നാൽ സൗന്ദര്യത്തിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ, എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെ ഒരാളില്ല. അപ്പൊ ഏറ്റവും ഉത്തമം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രൂപത്തിനോട് സാദൃശ്യപ്പെട്ടിട്ട് അതുപോലും നമ്മൾ ജീവിതത്തിൽ പകർത്താൻ അതിനു വേണ്ടിയിട്ടാണ്, ആ ഒരു നിയ്യത്തിലായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട വേഷമെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറെടുക്കേണ്ടത്.